പരീക്ഷയുടെ തിരക്കിലായിരിക്കുമല്ലേ? ഓർക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാന ഘട്ടമാണ്. നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു പ്രധാന പാലം കൂടിയാണ് ഈ വിദ്യാഭ്യാസം. കേവലം മാർക്കിന് വേണ്ടിയിട്ടുള്ളൊരു ഓട്ടമല്ല, മറിച്ച് നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ കാതലായ ലക്ഷ്യം. വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് വിനയവും കാരുണ്യവുമാണ്. മറ്റുള്ളവരെ സഹായിക്കാനും മാതൃകയാകാനും ഒതുങ്ങുന്ന അറിവാണ് യഥാർത്ഥ അറിവ്. നീ വായിക്കുന്ന ഓരോ വരിയിലും ഈ ചിന്ത നിൻ്റെ മനസ്സിലുണ്ടാകണം. നീ പഠിക്കുന്ന അറിവ് കൊണ്ട് നാളെ ഒരാൾക്കെങ്കിലും വെളിച്ചമാകാൻ കഴിയണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഒരു റബ്ബ് നിങ്ങളോടൊപ്പമുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് തളരുന്നുണ്ടോ? പരീക്ഷാ ഹാളിൽ പഠിച്ചതൊക്കെ മറക്കുന്നുണ്ടോ? എന്നാൽ ഈ സ്വലാത്തും ദിക്റും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ മുഹീൻ നുഫൂസി സലാത്തുൻ തുസ്ഈദുന ബിഹാ ഫി ജമീഇ ദുറൂസി വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. മരിച്ചു കിടക്കുന്ന ഹൃദയങ്ങൾക്ക് പുനർജന്മം നൽകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയണേ. ഈ സ്വലാത്ത് വഴി ഞങ്ങളുടെ എല്ലാ പാഠഭാഗങ്ങളിലും ഉന്നത വിജയം നൽകണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. തഹജ്ജുദ് നിസ്കാരാനന്തരം എല്ലാ ദിവസവും 4 തവണയും പരീക്ഷാദിനങ്ങളിൽ 12 തവണയും ഇത് പതിവാക്കുക. എല്ലാ ഫർള് നിസ്കാരാനന്തരവും വലത് കൈ ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് സൂറത്തുൽ ഇൻശിറാഹ്, അതായത് അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത് എല്ലാ ദിവസവും ഓതുക. പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വ അഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅല്ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ, വിജയത്തിൻ്റെ കവാടം തുറക്കണം, എല്ലാ സമയത്തും നീ തുണയാകണം എന്നർത്ഥം വരുന്ന പ്രാർത്ഥനയും നിങ്ങൾ നിർവഹിക്കുക. പരീക്ഷാ പേടിയിലിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുമല്ലോ.